Hi guys, welcome to my channel. My name is Namita. If you're new to my channel, I am a cabin crew and I travel the world to make a living. And if you're not new to my channel, welcome to another vlog. സോ ആക്ച്വലി ഇതൊരു വ്ളോഗായിട്ടൊന്നും അല്ല. എൻ്റെ തലയിലൊരു ഐഡിയ ഉണ്ട്. സോ ഐ തോട്ട് ഓക്കെ മേ ബി ലൈക്ക് ഞാനിപ്പം സിംഗപ്പൂരിൽ ലാൻഡ് ചെയ്തേ ഉള്ളൂ. ലൈക്ക് ഐ ജസ്റ്റ് ലാൻഡഡ് എന്ന് പറഞ്ഞാൽ ലാൻഡ് ചെയ്ത് ആ റൂമിലോട്ട് എത്തി. ലൈക്ക് എൻ്റെ ബെഡൊക്കെ കണ്ട ബെഡിൽ ഇരുന്നിട്ട് പോലും ഇല്ല. എനിക്ക് നല്ലൊരു റൂമായിട്ടേക്കുന്നത്. ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം ഹിയർ ഇൻ സിംഗപ്പൂർ. സോ ഒബ്വിയസ്ലി ഐ എം ഗോയിങ് ഔട്ട്. പക്ഷേ ലൈക്ക് എൻ്റെ റൂമിലേക്ക് ഭയങ്കര സൺലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഐ വാസ് ലൈക്ക് വൈ നോട്ട് ടേക്ക് എ വീഡിയോ ഹിയർ. സോ അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ലൈക്ക് വൈ നോട്ട് ഷോ എൻ്റെ ബാഗിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. സോ ലൈക്ക് മറ്റാൾക്കാർ ചെയ്യുന്ന പോലെ വലിച്ച് നീട്ടി ഒത്തിരി ലാഗ് ആക്കിയിട്ട് വാട്ട്സ് ഇൻ മൈ ബാഗ് കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. സോ ഐ തോട്ട് ഇപ്പോൾ തന്നെ വീഡിയോ തുടങ്ങുന്നത് തന്നെ നമുക്ക് വാട്ട്സ് ഇൻ മൈ ബാഗായിട്ട് കാണിക്കാമെന്ന്. പിന്നെ ഐ ഡോണ്ട് നോ, മേ ബി ഐ മൈറ്റ് ഫിലിം സംതിങ്. ചിലപ്പോൾ പുറത്ത് വല്ലതും പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ദിസ് വിൽ ബി ഇറ്റ്. സോ കൂടുതൽ ജഗമൊക്കെ പറയാണ്ട് ലെറ്റ്സ് ജസ്റ്റ് ഗെറ്റ് റൈറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് എൻ്റെ വർക്ക് ബാഗ്. പ്രത്യേകിച്ച് അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല, കാരണം ഇതിൻ്റെ അകത്ത് ഒത്തിരി ഒന്നും ഫിറ്റ് ആകത്തില്ല. പക്ഷെ എന്നാൽ ആവശ്യത്തിനുള്ളത് ഫിറ്റ് ആവും എന്താനും. സോ ബാഗ് തുറക്കാൻ നേരത്ത് കുറേ അറയുണ്ട് ഇതിൻ്റെ അകത്ത്. ലൈക്ക് കുറേ ലൈക്ക് 1, 2, 3 അറയുണ്ട് ഇതിൻ്റെ അകത്ത്. സോ ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് എൻ്റെ ബാഗിലുള്ളതെന്നൊക്കെ. സോ സ്റ്റാർട്ടിങ് വിത്ത് ദ ഫസ്റ്റ് ആൻഡ് മെയിൻ തിങ്, ഇതാണ് ഏതൊരു ക്രൂവിനും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം. ഞാനിത് ജസ്റ്റ് എൻ്റെ ബാഗിൻ്റെ അകത്ത് കുറേ സാധനങ്ങളുണ്ട് ലിക്വിഡ് ഐറ്റംസ് ആയിട്ട്. അപ്പം അതൊന്നും എൻ്റെ പാസ്പോർട്ടിലോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സിലോ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചേക്കും ഈ ഒരു സ്മോൾ ഫോൾഡറിൽ. സോ ഇതാണ് എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഹോൾഡർ, അല്ലെങ്കിൽ പാസ്പോർട്ട് ഹോൾഡർ എന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഫിറ്റ് ചെയ്യും. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ഒബ്വിയസ്ലി എൻ്റെ പാസ്പോർട്ടുണ്ട്. പിന്നെ എൻ്റെ എയർക്രാഫ്റ്റ് ലൈസൻസ് ഉണ്ട്. എല്ലാ വർഷവും ഞങ്ങൾക്ക് എക്സാം എഴുതണം. എക്സാം എഴുതി പാസ്സായാൽ മാത്രമേ ഞങ്ങൾക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇപ്രാവശ്യത്തെ എക്സാം എഴുതി പാസ്സായതിൻ്റെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട് ഞങ്ങൾക്ക്. സോ ആ ബുക്ക്, വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഇത്രയുമാണ് എൻ്റെ ഇതിൻ്റെ അകത്തുള്ളത്. And this obviously is my Indian passport. പിന്നെ ഈ വൈറ്റ് പേപ്പറാണ് എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. പിന്നെ ഈ ബ്ലൂ ആണ് എൻ്റെ എയർക്രാഫ്റ്റ് ലൈസൻസ്, എക്സാം എഴുതി പാസ്സായതിൻ്റെ ലൈസൻസ്. ഇതെല്ലാമാണ് ഞങ്ങൾ എല്ലാ ദിവസവും എല്ലാ ഫ്ലൈറ്റിന് കയറുന്നതിന് മുമ്പ് ഞങ്ങളുടെ ക്യാബിൻ സൂപ്പർവൈസേഴ്സിന് കാണിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ലൈക്ക് ആരാന്ന് വെച്ചാൽ ആ ഫ്ലൈറ്റ് ലീഡ് ചെയ്യുന്ന ഏതെങ്കിലും ലീഡർ, അല്ലെങ്കിൽ എൻ്റെ ക്യാബിനിലെ ലീഡർ ആർക്കാന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഡോക്യുമെൻറ്റ്സ് കാണിച്ചു കൊടുക്കും. എങ്ങാനും ഇതൊരു ദിവസം മറന്നാൽ പ്രശ്നമാവും. സോ എപ്പോഴും വേണ്ട ഒരു സാധനമാണിത്. പിന്നെ എൻ്റെ ബാഗിലുള്ളത് എൻ്റെ വീടിൻ്റെ കീ. കാരണം ഏത് സമയത്ത് ഞാൻ വീട്ടിലെത്തുന്നതെന്ന് അറിയത്തില്ല. ചിലപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എന്നെ ഓർമ്മ കാണത്തില്ല ഞാൻ ഏത് ദിവസം ഏത് സമയത്താണ് എത്തുന്നത്. സോ ഐ ഓൾവേസ് ക്യാരി വീടിൻ്റെ ഒരു കീ എൻ്റെ കയ്യിൽ എപ്പോഴും. പിന്നെ എൻ്റെ ഒരു സോയിങ് കിറ്റ് ഉണ്ട്. ഇത് ലൈക്ക് എമർജൻസിക്ക് വേണ്ടി വെച്ചേക്കുക. ചില സമയത്തിലേക്ക് എവിടെയെങ്കിലുമൊക്കെ ഇടിച്ച് ബട്ടനൊക്കെ ലൈക്ക് എങ്ങാനും വീണാലോ എന്തെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും എല്ലാ ക്രൂവിൻ്റെ കയ്യിലുണ്ട്. ഞങ്ങളെല്ലാം ഇതൊരെണ്ണം വെക്കുന്നതാണ്. ഇത് യൂഷ്വലി ലൈക്ക് ഓരോ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നത് ഞങ്ങളത് വെക്കുന്നതാണ്. കാരണം എപ്പോഴും ആവശ്യം വരുന്നതെന്ന് അറിയത്തില്ല. ആൻഡ് മോർ ദ ബെറ്റർ. സോ എനിക്കൊന്ന് എൻ്റെ ബാഗിൽ ഒരു 2-3 കാണും. എൻ്റെ വലിയ സൂട്ട് കേസിൽ എനിക്കൊന്ന് ഒരു 2 കൂടെ കാണുമെന്ന്. സോ ഇതാണ് മെയിൻ. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ബാൻഡേഡ്സ് ഉണ്ട്, കാരണം എപ്പോഴും എമർജൻസി വരുന്നതെന്ന് അറിയത്തില്ല. സോ ഐ ഓൾവേസ് ക്യാരി കുറച്ച് ബാൻഡേഡ്സ് എൻ്റെ കയ്യിൽ. കൈ വല്ലതും മുറിഞ്ഞാലോ, അല്ലെങ്കിൽ ലൈക്ക് എവിടെയെങ്കിലും തട്ടിയാലോ, അല്ലെങ്കിൽ ലെയറിന് എവിടെയെങ്കിലും പോയി പുറത്തു നിന്ന് എന്തെങ്കിലും പറ്റിയാലോ എപ്പോഴും ബാൻഡേഡ് എൻ്റെ കയ്യിൽ വെക്കും. മാത്രമല്ല ഞങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റായിട്ടെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിൻ്റെ അത് ബാൻഡേഡ് ഉണ്ട്, പിന്നെ തലവേദനയ്ക്കുള്ള മരുന്നുകളുണ്ട്, അല്ലെങ്കിൽ ചില ആൾക്കാർ വിക്സും അതും ഇതൊക്കെ കരുതും. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിലൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ട്. കാരണം നമ്മളെല്ലാം മനുഷ്യന്മാരല്ല, നമുക്ക് എപ്പോഴും അസുഖം വരുന്നതെന്ന് അറിയത്തില്ല. സോ പറ്റുന്ന അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനൊരു പ്രിക്കോഷനായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് എപ്പോഴും കാണും. എൻ്റെ വലിയ സൂട്ട് കേസിലുണ്ട്. കാരണം ലേ ഓവറിനൊക്കെ വരാൻ നേരത്തെ അത് ആവശ്യമാണെങ്കിൽ
യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ക്രീമുണ്ട്. ഇത് ആക്ച്വലി എൻ്റെ ഫ്രണ്ട് തന്നെയാണ് ഈ ക്രീം. ഇത് ഞാൻ വാങ്ങിയത്. പിന്നെ ഇതും എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. കാരണം ഫ്ലൈറ്റിൽ ഞങ്ങൾ എല്ലാ ക്രൂവും ഞങ്ങളെല്ലാവരും കയ്യിലെപ്പോഴും ക്രീം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഫ്ലൈറ്റിൽ കയറുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചിലവരുടെ സ്കിന്നൊക്കെ ഡ്രൈ ആവും. അപ്പം കാരണം അത്രയും മണിക്കൂറൊക്കെ ഇരിക്കുന്നതല്ലേ. അപ്പം അങ്ങനെ ഡ്രൈ ആവാൻ നേരത്ത് നമ്മൾ ജസ്റ്റ് സെൽഫ് കെയറിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാവരും എല്ലാവരും ഗായ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും എല്ലാവരുടെയും കയ്യിൽ ഒരു ഹാൻഡ് ക്രീം കാണും. പിന്നെ ഇതാണ് എൻ്റെ മെയിൻ തിങ്. ഇതില്ലാണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല. അത് പിന്നെ എല്ലാവരുടെയും അങ്ങനെയാണല്ലോ. സോ ഇതിൻ്റെ അകത്ത് എൻ്റെ കാർഡ്സും എമിറേറ്റ്സ് ഐഡിയും കുറച്ച് ക്യാഷും ഇൻ കേസ് എപ്പോഴാണ് എമർജൻസി അല്ല എല്ലാം ഉണ്ട്. ഡ്രൈവിംഗ് ലൈസൻസും എല്ലാം ഇതിൻ്റെ അകത്തുണ്ട് എൻ്റെ ഈ പേഴ്സിൽ. പിന്നെ വാട്ട് എൽസ് പിന്നെ എൻ്റെ കയ്യിൽ ഒരു എക്സ്ട്രാ നെയിം ബാഡ്ജ് ഉണ്ട്. ഞങ്ങളുടെ കയ്യിൽ എപ്പോഴും 2 നെയിം ബാഡ്ജ് എപ്പോഴും വേണം. ലൈക്ക് ഇറ്റ്സ് മാൻഡേറ്ററി. കാരണം ലൈക്ക് എപ്പോഴും ഒരെണ്ണം പൊട്ടിപ്പോവാന്ന് അറിയത്തില്ല. കാരണം ഞങ്ങൾക്ക് ബ്ലേസറിൽ ഒരെണ്ണം വേണം, പിന്നെ ഞങ്ങൾ വേസ്റ്റ് കോട്ടിൽ ഒരെണ്ണം വേണം. സോ ഐ ഓൾവേസ് ക്യാരി ഒരെണ്ണം എക്സ്ട്രാ. എൻ്റെ ആക്ച്വലി ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ അതെൻ്റെ ഒരു ദിവസം ഞാൻ വേസ്റ്റ് കോട്ട് ഫ്ലൈറ്റിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. അപ്പം ആ വേസ്റ്റ് കോട്ടിൽ ഒരെണ്ണം ഒട്ടിച്ചിരുന്നത് അത് പോയി. സോ അങ്ങനത്തെ എമർജൻസി സിറ്റുവേഷനിൽ വരാൻ നേരത്ത് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഹാവ് ഒരെണ്ണം സ്പെയർ ആയിട്ട്. സോ അതുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഒരു ബുക്കുണ്ട്. ഈ ബുക്കിൻ്റെ അകത്താണ് ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെക്കുന്നത്. ഇവിടെ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇൻ കേസ് ആർക്കെങ്കിലും കിട്ടിയാൽ അതെനിക്ക് തിരിച്ചുകൊണ്ട് തരാൻ വേണ്ടിയിട്ട്. സോ ഈ ബുക്കിൻ്റെ അകത്ത് ഞങ്ങൾ ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് ആണ് എഴുതുക. ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഫ്ലൈറ്റിനെ കുറിച്ച് ഓർക്കേണ്ട കാര്യങ്ങൾ. കാരണം ഓരോ ദിവസം ഓരോ ആൾക്കാരുടെ കൂടെ അല്ലേ ഫ്ലൈ ചെയ്യുന്നത്. അപ്പം ടീംമേറ്റ്സിൻ്റെ പേര്, കൊളീഗ്സിൻ്റെ പേര്, ലീഡേഴ്സിൻ്റെ പേര്, ഫ്ലൈറ്റിൻ്റെ രജിസ്ട്രേഷൻ, ഏത് എയർക്രാഫ്റ്റിലാണ് ഫ്ലൈ ചെയ്യുന്നത്, പിന്നെ വേറെ എന്തെങ്കിലും എമർജൻസി ലൈക്ക് ഫ്ലൈറ്റിൽ എന്തെങ്കിലും മെഡിക്കൽ കേസ് എന്തെങ്കിലും വരാണെങ്കിൽ നമുക്ക് നോട്ട് ചെയ്തിടാനായിട്ട് എപ്പോഴും ഒരു പെന്നും പേപ്പറും നമ്മളുടെ കയ്യിൽ എപ്പോഴും കാണും, എല്ലാ ക്രൂവിൻ്റെ കയ്യിലും. കാരണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇപ്പം ആക്ച്വലി എൻ്റെ എല്ലാ ഫ്ലൈറ്റിലും ഒരു കഴിഞ്ഞൊരു ഇത് എന്നോട്ടാണ് ഞാൻ ഈ ബുക്ക് എടുത്തതെന്ന് നോക്കട്ടെ. ജാനിൽ ഞാൻ വാങ്ങിയ ബുക്കാണിത്. ജാൻ അവസാനമായപ്പോൾ ഞാൻ വാങ്ങിയതാണ്. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് കൊച്ചി എഴുതിയേക്കുന്നത്. സോ അങ്ങനെ ലൈക്ക് കൊച്ചി കുറേ ഫ്ലൈറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്തൊരു 25, 30, 45 ഫ്ലൈറ്റ് എങ്കിലും കാണുമായിരിക്കും. കാരണം ഓരോ പേജിൽ ഒരിടത്ത് ഒരു ഫ്ലൈറ്റ് മറ്റേടത്ത് അടുത്ത ദിവസത്തെ അടുത്ത ഫ്ലൈറ്റ് അങ്ങനെ എഴുതിയേക്ക്. സോ ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ ബുക്കിലുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു നെയിൽ പോളിഷിൻ്റെ ഒരു ഇത് കാണും. കാരണം ഞങ്ങളുടെ റിക്വയർമെൻ്റ് ആണ് നെയിൽസ് എപ്പോഴും ഞങ്ങൾ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ലൈക്ക് ചെയ്തില്ലെങ്കിലും മിനിമം ഞങ്ങളൊരു ക്ലിയർ പോളിഷ് എങ്കിലും അതിൽ അടിച്ചിരിക്കണം. ഒന്നും വിടാണ്ട് ഞങ്ങൾക്ക് പറ്റത്തില്ല. അപ്പം എന്തെങ്കിലും ഞങ്ങൾ ചെയ്തിരിക്കണം. അതിന് വേണ്ടിയിട്ട് അത് ഒരു ലിപ്സ്റ്റിക്ക്. ഇത് ആക്ച്വലി ഞാൻ യൂസ് ചെയ്യുന്നതല്ല, ജസ്റ്റ് ലേ ഓവറിന് വല്ലതും പോകുന്ന നേരത്ത് പുറത്ത് വല്ലതും ഇറങ്ങുന്ന നേരത്ത് ജസ്റ്റ് ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ ബാഗിൽ ഞാൻ കരുതുന്നതേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ മെയിൻ. ഈ ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഫെൻറ്റിയുടെ ഈ റെഡ് ലിപ്സ്റ്റിക്ക്. കാരണം ഇത് ഞാൻ ഇട്ടാൽ ഒരു 20 മണിക്കൂർ ഫ്ലൈറ്റ് ആണെങ്കിലും ഇതിട്ടാൽ ആ ഒരു 20 മണിക്കൂർ വരെ ലാസ്റ്റ്. സോ ഈ ഒരു ലിപ്സ്റ്റിക്ക്. പിന്നെ എൻ്റെ കണ്ണിൽ ഒഴിക്കാനായിട്ടുള്ള കണ്ണിൻ്റെ ഡ്രോപ്സ്. ലൈക്ക് ചില സമയത്ത് കണ്ണ് ഡ്രൈ. കാരണം ഞാൻ റീസെൻ്റ്ലി ആണെങ്കിൽ കണ്ണിൻ്റെ ഒരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ലൈക്ക് ഒന്നെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് പറയുക. ലൈക്ക് മേ ബി ഐ ട്രൈ ടു മേക്ക് അനദർ വീഡിയോ അബൌട്ട് ഇറ്റ്. കണ്ണിൻ്റെ എനിക്ക് നേരത്തെ കണ്ണാടി ഉണ്ടായിരുന്നു. സോ കണ്ണാടി എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ കണ്ണിൽ ലേസർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ കണ്ണ് ഡ്രൈ ആവും. അങ്ങനെ ഡ്രൈ ആവുന്ന സിറ്റുവേഷനിൽ ജസ്റ്റ് ഒന്ന് ഡ്രോപ്സ് ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ കയ്യിൽ ഇപ്പം ഞാൻ ഇട്ടിട്ടില്ല. ഇപ്പോൾ ഇട്ടിട്ടൊരു 3-4-5 മാസമായി. പക്ഷേ ഇൻ കേസ് ആവശ്യം വന്നാൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വെച്ചേക്കുക. പിന്നെ ഒരു ലിപ് ഗ്ലോസ്. ഇതും ഞാൻ ലേ ഓവറിനൊക്കെ പോകുന്നിടത്ത് യൂസ് ചെയ്യാനല്ലാണ്ട് ഫ്ലൈറ്റിൽ നിന്ന് യൂസ് ചെയ്യാറില്ല. ലിപ് ബാം. ഇത് ആവശ്യമാണ്. കാരണം ഒത്തിരി ലിപ്സ്റ്റിക് ഇടാൻ നേരത്ത് നമ്മുടെ ചുണ്ട് ഡ്രൈ ആവും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ലിപ് ബാം എപ്പോഴും കൈ കരുതും. ഒരു പെൻ, ഒരു ടൂത്ത് പേസ്റ്റ്, പിന്നെ ഒരു ലിപ് ലൈനർ. ജസ്റ്റ് ബേസിക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇത്രയുമാണ് എൻ്റെ ഈ മെയിൻ ഡ്രോയിൽ. പിന്നെ ഇതിൻ്റെ ബാക്കിൽ സീ വാട്ട് ഐ ഹാവ് ബാക്കിൽ
ആ ബാക്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു കോംബ് ആൻഡ് കുറച്ച് റബ്ബർ ബാൻഡ്സ് ലൈക്ക് ഹെയർ ടൈ പോലത്തെ സാധനങ്ങൾ. ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ എൻ്റെ ബാഗിൽ. ഈ ബാഗാണ് എപ്പോഴും ഞാൻ തൂക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. സോ ദാറ്റ്സ് പ്രിറ്റി മച്ച് ഇറ്റ്. ഇനിയും ഐ ഡോണ്ട് നോ, ചിലപ്പോൾ ഐ മൈറ്റ് വ്ളോഗ് സംതിങ്. ഇഫ് നോട്ട്, ഇത്രേ കാണത്തുള്ളൂ. സോ ഐ വിൽ സീ യു ഗൈസ് ഓൺ മൈ നെക്സ്റ്റ് വ്ളോഗ്. ടിൽ ദെൻ, ബൈ.